അട്ടപ്പാടിയിൽ ആദിവാസി യുവാവിനെ കെട്ടിയിട്ട് മർദ്ദിച്ച സംഭവത്തിലെ പ്രതികൾ പിടിയിൽ. തമിഴ്നാട് സ്വദേശികളായ വിഷ്ണു, റെജിൽ എന്നിവരെയാണ് അഗളി പോലീസ് പിടികൂടിയത്. ചിറ്റൂർ ഉന്നതിയിലെ ഷിജുവിനാണ് കഴിഞ്ഞ ദിവസം ഇവരിൽ നിന്ന് മർദ്ദനമേറ്റത്. പോലീസ് ഇവരെ ചോദ്യം ചെയ്തു വരികയാണ്. സംഭവം വാർത്തയായതിനു പിന്നാലെ ഇവർ ഒളിവിൽ പോയിരുന്നു. തുടർന്ന് തമിഴ്നാട്ടിൽ നിന്നാണ് വിഷ്ണുവിനെയും റെജിലിനെയും പിടികൂടിയത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ പാൽ കൊണ്ടുപോകുന്ന വാഹനത്തിന് മുന്നിലേക്ക് ചാടിയെന്നാരോപിച്ച് വാഹനത്തിന്റെ ഡ്രൈവറും ക്ലീനറും മർദ്ദിച്ചെന്നാണ് ഷിജു പറയുന്നത്. ഷിജുവിനെ കെട്ടിയിട്ട് മർദ്ദിച്ചവർ തന്നെ ചിത്രം പകർത്തി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തു. ഈ ചിത്രം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് മർദ്ദന വിവരം പുറത്തറിഞ്ഞത്. പ്രദേശവാസികളായ 6 പേർ ശനിയാഴ്ച വൈകിട്ട് 5:30 ഷിജുവിനെ അഗളി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നു. ചികിത്സ തേടിയ ശേഷം ഇയാൾ വീട്ടിലേക്ക് പോയി. ശരീരവേദനയും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടായതോടെ തിങ്കളാഴ്ച വീണ്ടും അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടി. വിദഗ്ധ ചികിത്സയ്ക്കായി ഷിജുവിനെ കോട്ടത്തറ ട്രൈബൽ താലൂക്ക് സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മർദ്ദനമേറ്റതിന്റെ മുറിപ്പാടുകൾ കണ്ണിലും ശരീരത്തിലുമുണ്ട്. അഗളി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ നിന്ന് ശനിയാഴ്ച തന്നെ അഗളി പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചിരുന്നതായി സൂപ്രണ്ട് ഡോക്ടർ EP ഷെരീഫ് പറഞ്ഞു. എന്നാൽ ചൊവ്വാഴ്ച വരെയും പോലീസ് കേസെടുത്തില്ല. മർദ്ദന വിവരം പുറത്തു വന്നതിനു ശേഷം ചൊവ്വാഴ്ച വൈകിട്ടാണ് അഗളി പോലീസ് ആശുപത്രിയിലെത്തി ഷിജുവിന്റെ മൊഴി രേഖപ്പെടുത്തിയത്. രാത്രി 7 മണിയോടെ പേരറിയാത്ത വാഹനത്തിലെ ഡ്രൈവർക്കും ക്ലീനർക്കുമെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതായും പോലീസ് പറഞ്ഞു. അതേസമയം ഷിജു 5 വാഹനങ്ങൾ തകർത്തതായും കഞ്ചാവിന്റെയും മദ്യത്തിന്റെയും ലഹരിയിലായിരുന്നുവെന്നും പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് അഗളി SI R രാജേഷ് പറഞ്ഞു. വാഹനയുടമ ജോയിയുടെ മകൻ ജിൻസൺ നൽകിയ പരാതിയിൽ 2 ദിവസം മുൻപ് ഷിജുവിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരുന്നു. സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചപ്പോഴാണ് ഷിജു ആശുപത്രിയിൽ ചികിത്സ തേടിയതെന്നുമാണ് പോലീസ് പറയുന്നത്.